SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു. ഡിവൈഎഫ്ഐ ചേരാവള്ളി മേഖലാ കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ലഹരിക്കെതിരെ ജാഗ്രതാ സദസ്സും നടത്തി. SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കാണ് മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തത്. ഡിവൈഎഫ്ഐ ചേരാവള്ളി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു വിതരണം. ലഹരിക്കെതിരെ ജാഗ്രതാ സദസ്സും സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ജെയിംസ് സാമുവൽ യോഗം ഉദ്ഘാടനം ചെയ്തു. അമേരിക്കൻ മോഡൽ ഭരണഘടന എന്ന് പറഞ്ഞാൽ ഇവിടെ ജനാധിപത്യ രൂപത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കും. പക്ഷെ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളല്ല ഭരിക്കുന്നത് രാജാവാണ്. നിങ്ങൾ പുന്നപ്ര വയലാർ സമരം എന്ന് പറയുമ്പോൾ കേവലമായൊരു തൊഴിലാളി സമരം മാത്രമായി കാണരുത്. വലിയ ദീർഘവീക്ഷണത്തോടുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിന്റെ ഭാഗമായിരുന്നു അത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിന്റെ ഭാഗമാണെന്ന് പറയാൻ അന്ന് കൂലി വർധനവിന് വേണ്ടി, പൗരത്വ വോട്ടവകാശത്തിന് വേണ്ടി, പ്രായപൂർത്തി വോട്ടവകാശത്തിന് വേണ്ടി ഒക്കെ നിലപാട് മുദ്രാവാക്യം ഉയർത്തിയിരുന്നു. അതിലേറെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം പുന്നപ്ര വയലാറിൽ ഉയർന്ന ഏതാണെന്നറിയോ? ഇന്ത്യൻ യൂണിയൻ സ്വാതന്ത്ര്യം നേടുമ്പോൾ തിരുവിതാംകൂറും സ്വാതന്ത്ര്യം നേടണം. ഞങ്ങൾ ഇന്ത്യയുടെ ഭാഗമാണ്, ഞങ്ങൾക്കും സ്വാതന്ത്ര്യം ഉണ്ടാവണം. ഇതായിരുന്നു അന്നത്തെ തൊഴിലാളികൾ ഉയർത്തിയ ഏറ്റവും വലിയ രാഷ്ട്രീയ മുദ്രാവാക്യം. ഇന്നത്തെ പോലല്ല രാഷ്ട്രീയ മുദ്രാവാക്യം. അന്ന് വിദ്യ അഭ്യസിക്കാതിരുന്ന മനുഷ്യർ, അക്ഷരമറിയാതിരുന്ന മനുഷ്യർ, പക്ഷെ അവർക്കൊരു ബോധമുണ്ടായിരുന്നു. എനിക്ക് സ്വാതന്ത്ര്യം ലഭിച്ചില്ലെങ്കിലും പുഴുക്കളെ പോലെ ജീവിക്കേണ്ടി വരുന്ന ഈ സാമൂഹിക സാഹചര്യത്തിൽ നിന്ന് മാറ്റമുണ്ടാവണം. അടിമകളായി ജീവിക്കേണ്ടി വരുന്ന ഈ സാമൂഹിക ബോധത്തിൽ നിന്ന് മാറ്റമുണ്ടാവണം. ഈ സമൂഹം മാറണം. എൻ്റെ പിന്നാലെ വരുന്ന മനുഷ്യർ, എൻ്റെ മക്കൾ, എൻ്റെ മക്കളുടെ മക്കൾ, എൻ്റെ കൊച്ചുമക്കൾ, എൻ്റെ പിന്നാലെയായി വരുന്ന മനുഷ്യർ സ്വാതന്ത്ര്യം നേടണം. ജനിച്ച മണ്ണിൽ മനുഷ്യനായി ജീവിക്കാൻ കഴിയണം. മേഖലാ പ്രസിഡന്റ് റിയാസ് കുഞ്ഞിമോൻ അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ എക്കാലവും ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ടുള്ള അവർക്ക് പ്രോത്സാഹനമായി നിൽക്കുന്ന ഒരു സംഘടനയാണ്. ഇവിടെ ഉദ്ഘാടക പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ വലിയ സമരങ്ങൾ പിന്നിലൂടെയാണ് നമ്മൾ ഈ നേട്ടങ്ങളെല്ലാം കൈവരിച്ചത്. അതിന് ഒട്ടേറെ ആൾക്കാരുടെ രക്തസാക്ഷിത്വം അടക്കം കൊടുത്തിട്ടാണ്, ജീവിതം അടക്കം കൊടുത്തിട്ടാണ് ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ നമ്മൾ കൈവരിച്ചത്. ഡിവൈഎഫ്ഐയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വലിയ ഒരു പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കോവിഡ് മഹാമാരി കാലത്ത് ഡിവൈഎഫ്ഐ ഏറ്റെടുത്ത പ്രവർത്തനങ്ങളെല്ലാം കോവിഡ് ബാധിച്ച് ആരെങ്കിലും മരണപ്പെട്ടാൽ സ്വന്തം വീട്ടുകാർ തന്നെ മാറി നിൽക്കുന്ന സാഹചര്യമുള്ള ഈ നാട്ടിൽ ശവസംസ്കാരവും അതോടൊപ്പമുള്ള ചടങ്ങുകളെല്ലാം ഏറ്റെടുത്ത് നടത്തിയ ഒരു സംഘടനയാണ് ഡിവൈഎഫ്. മേഖലാ സെക്രട്ടറി ആർ രതീഷ് സ്വാഗതം പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല, എസ് കേശുനാഥ്, CA അഖിൽകുമാർ, രതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.